കൃഷിയിലൂടെ സന്തോഷം കണ്ടെന്ന ഒരാളെക്കുറിച്ച് ഇനി പറയാം. കൈവച്ചതിലെല്ലാം 100 മേനി വിളയിച്ചെടുത്തു ഈ കർഷകൻ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ കൂടിയായതോടെ ഈ കൃഷിക്കാരനും കൃഷിയിടവും വൈറലെന്ന് വെച്ചാൽ വൈറലാണ്. ആരാണ്? ഒരു സസ്പെൻസ്. മനോഹരമായ ചീരാനിക്കര ഗ്രാമം. ദൂരേക്ക് നോക്കിയാൽ പൊന്മുടി കുന്നുകൾ കാണാം. ഇവിടെ നിന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്നല്ലേ? വഴിയേ പറയാം. ഒരു 10-50 വർഷം പഴക്കമുണ്ട് ഇതിന്. ഇത് കിട്ടിയ മുതൽ എൻ്റെ ഒരു ഹാർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഈ വണ്ടി. നഗരത്തിൽ നിന്ന് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് യാത്ര. 11 ഏക്കറിൽ പരന്നു കിടക്കുന്ന കൃഷിയിടം. ഡ്രാഗൺ ഫ്രൂട്ട് മുതൽ കരിയിഞ്ചിയും തേനും താറാവും അങ്ങനെ എല്ലാം ഇവിടെ സുലഭം. അഞ്ചു വർഷം മുമ്പ് തേക്കട സ്വദേശി ഗഫൂറിന്റെ മനസ്സിൽ തോന്നിയതാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന ആശയം. ഡ്രാഗൺ ഫ്രൂട്ട് നിറഞ്ഞു പൂത്തതോടെ കൃഷി വരുമാന മാർഗമായി. ഒപ്പം വാർദ്ധക്യത്തിലെയും ഊർജത്തിനു പിന്നിലുള്ള കാരണവും. അതിലങ്ങോട്ട് ഇൻവോൾവ് ആയാലേ അതിൻ്റെ ആ ഒരു സുഖവും ദുഃഖമൊക്കെ മനസ്സിലാവുള്ളൂ. ദുഃഖവും ഉണ്ടാവും, സുഖവും ഉണ്ടാവും. പക്ഷേ ദുഃഖത്തിനേക്കാളും കൂടുതൽ അതിൻ്റെ സുഖമാണ് അതിൻ്റെ ഒരു വലിയൊരു ഘടകം. പിന്നെ എഫക്റ്റ് ചെയ്യണം അത്തരത്തിന് നമ്മുടെ ഇൻവോൾവ് ഏത് കാര്യത്തിനും അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ട് മെത്തപ്പാടൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാലും അതിൻ്റെ സുഖം മനസ്സിലുണ്ട്. വൈകുന്നേരമായാൽ പ്രദേശത്ത് കോട നിറയും. പറമ്പിനൊത്ത നടുക്കുള്ള വിശ്രമ കേന്ദ്രവും കൂട്ടിന് താറാക്കുഞ്ഞുങ്ങളും യമുവുമൊക്കെയാകും വിനോദം. വീട്ടിലിരിക്കുന്നതിനേക്കാൾ അധിക സമയം ചിലവഴിക്കുന്നത് ഇതേ കൃഷിയിടത്തിൽ. ഇന്ന് സന്തോഷിക്കാൻ കാരണങ്ങളേറെയെന്ന് ഗഫൂർ പറയുന്നുണ്ട്. കരഞ്ഞിരിക്കേണ്ടി വന്നിട്ടുണ്ട്, തോറ്റുപോയ സമയങ്ങളുണ്ട്. പക്ഷേ അന്നും ഇന്നും നിറഞ്ഞ സ്നേഹം കൃഷിയോട് തന്നെയാണ്. ഇതാണ് ഗഫൂർക്കയുടെ സ്വർഗരാജ്യം. കൃഷി ഈ മനുഷ്യന്റെ ജീവിതമാകുന്നു. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.